നമ്മളങ്ങനെ രാവിലെ എണീച്ച് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് തുയിപ്പുയി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. ഒരു ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. അവർ രാവിലെ കഴിക്കണത് ചോറും കറിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ ഒപ്പം ഫുഡ് കാര്യങ്ങൾ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസം കേട്ടോ നമ്മൾ തള്ളിക്കൊണ്ടൊക്കെയാണ് യാത്ര. നല്ല രീതിയിൽ ടയേർഡാണ്ട് അങ്ങനെയാണ് അവർ വിളിച്ചത്. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. അങ്ങനെ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഞായറാഴ്ചയും കൂടി കേട്ടോ. ഇവിടെ എല്ലാവരും പള്ളിയിൽ പോണ ദിവസമാണ്. അങ്ങനെ നമ്മൾ പോണ ഈ കടയും കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന റൂട്ട് തിരിച്ചെത്തി കേട്ടോ. കാരണം ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥലത്തേക്ക് പോകാം. ഒന്ന് നമുക്ക് സർച്ചിപ്പിലേക്കും പോകാം, ഒന്ന് നമുക്ക് ലുങ്ലയിലേക്ക് പോകട്ടോ. അടുത്തൊരു ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്നപ്പോൾ അവിടെ ക്രൗഡ് കൂടി കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്ന്, കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. പല ആൾക്കാരും പള്ളിയിലൊക്കെ പോയി അങ്ങാടി ഇങ്ങാടൊക്കെ പോയി വന്ന സ്ഥലം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ടയേർഡായിട്ടാണ് വീണ്ടും നമ്മൾ പയ്യാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ പോകണമെങ്കിൽ കുറച്ച് പിള്ളേരെ കണ്ടുപിടിച്ചേട്ടാ. കാരണം ഇവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വിശപ്പുണ്ടാകുന്നു. ആ ഒരു സമയത്താണ് ഇവർ വന്ന് വണ്ടി നിർത്തിയേട്ടാ. ഇവർ ആസാമിലുള്ള ആൾക്കാരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്നോട് ചോദിച്ചെനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ട. ഞാൻ പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ നമുക്ക് നല്ല ചോറും മീൻ കറിയൊക്കെ തന്നിട്ടാ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടാ.